ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇറ്റ്സ് മീ അശ്വിനി. അപ്പം ഞാനും അമ്മയും കൂടി ഇന്ന് ട്രിവാൻഡ്രം പോകുന്ന ഒരു വ്ളോഗായിട്ടാണ് ചെയ്യണത്. എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയില്ല, എന്നാലും ഉള്ളത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വ്ളോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പം നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനും അമ്മ ഒരു സെൽഫിയൊക്കെ എടുത്തു, പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞതാണ്. പിന്നെ ട്രെയിൻ വന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതാ കുറച്ച് പുസ്തകങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. 6-7 മണിക്കൂർ വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും പോസ്റ്റ് ആവുമല്ലോ. അപ്പോൾ കുറച്ച് പുസ്തകങ്ങളൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ ഇരുന്ന് വായിച്ചു. റീലെടുക്കാനൊക്കെ പാകത്തിനൊക്കെ ഉള്ള വീഡിയോസൊക്കെ സെറ്റ് ചെയ്തു. വൈകുന്നേരമായിട്ടാണ്. അപ്പോൾ ഒരു കോഫി വന്നിട്ടുണ്ട് ഒരു സ്റ്റേഷനിൽ. ഏത് സ്റ്റേഷനാണെന്ന് ഓർമ്മയില്ല. ഒരു കോഫി വന്നപ്പോൾ അത് വാങ്ങി, അത് കുടിച്ചു. പിന്നെയും കുറച്ച് റീലെടുക്കാനുള്ള പരിപാടിക്ക് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് കുറച്ച് റീലൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ കാത്തിരുന്നതാണ്. ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി. ഇനി ഓട്ടോ വിളിച്ച് പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നമ്മൾ പോണത് അമ്മയുടെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അവിടെ മാലവെളുപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഫുൾ മാലവെളുപ്പൊക്കെ ഇട്ടിട്ട് രാത്രിയാണേ എന്താ പറയുക, പകല് പോലെ ആൾക്കാരൊക്കെ തിങ്ങി നിറഞ്ഞ് നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി വീഡിയോസൊന്നും നമ്മൾ എടുത്തില്ല. പിന്നെ അമ്മായിയുടെ വീട്ടിലെത്തി നേരിട്ട് വേഗം കിടന്ന് ഉറങ്ങിയിട്ടാണ്. പിന്നെ മോർണിംഗ് എനിക്ക് ചായ ഉണ്ടാക്കി തന്നു. പിന്നെ നമ്മൾ പുട്ടും കടലയും കഴിച്ചു. പിന്നെ അവിടെ ഒരുപാട് കോവയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മായിയുടെ കൃഷിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഒരു ബേസ് നിറച്ച് കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അമ്മായി നമുക്ക് പോപ്കോൺ ഉണ്ടാക്കി തന്നു. ഞാൻ വേഗം കുളിച്ചൊരുങ്ങിയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളൊരു രൂപമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് വേണ്ടി നമ്മൾ നടക്കുകയാണ്. ഏകദേശം അമ്പലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു അമ്പലം, നല്ലൊരു പീസ്ഫുൾ മൈൻഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൂറിയൊക്കെ വെക്കുന്നുണ്ട്. അവിടെ നിന്ന് കൂറിയൊക്കെ നമ്മൾ ഭസ്മാണ് എടുത്തത്. ഭസ്മൊക്കെ തൊട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് പൂവ് മേടിച്ച് തലയിൽ ചൂടിയിട്ടാണ്. പൂവ് വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങാനൊക്കെ ഉള്ള ഒരു പരിപാടിയിലാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വേഗം അമ്മയുടെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പാപ്പൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ്. പാപ്പൻ്റെ കോട്ടേഴ്സാണ് കേട്ടോ അവിടെ. അപ്പോൾ പാപ്പൻ്റെ 2 കുട്ടികളാണ് കേട്ടോ ഇത്, കുഞ്ഞൂസും കുഞ്ഞാപ്പും. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും കഥവാച്ചിലും എല്ലാം ഉണ്ടായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പം നമ്മൾ ഒരു ദിവസം അവിടെ നിന്നു. ഫുഡൊക്കെ കഴിച്ച് പാപ്പനും മേമയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. നിങ്ങളോട് ഞാൻ സോറി ചോദിക്കുകയാണ്. കാരണം ഒന്നും കുറേ നാളുകൾക്ക് ശേഷം വരുന്നതുകൊണ്ട് ഒന്നും നമുക്ക് വീഡിയോസൊന്നും എടുക്കാനുള്ള ഒരു ഇതിലല്ലല്ലോ നമ്മളുണ്ടായിരുന്നത്. അപ്പോൾ ഇനി വരുമ്പോൾ നമ്മളെല്ലാ വീഡിയോസും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ പിറ്റേന്ന് മോർണിംഗ് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ റെയിൽവേയിൽ എത്തിയിട്ടാ. അപ്പോൾ ഒരാളെ നോക്കിയപ്പോൾ നല്ല ഉറക്കം. അമ്മയ്ക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഉറക്കത് നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേക്ക് നടക്കുകയാണ് കേട്ടോ. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ക്രോസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ട്രെയിൻ തന്നെ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അതൊന്നും ഷൂട്ട് ചെയ്തില്ല. കുറേ കാര്യങ്ങൾ വിട്ടു പോയിട്ടുണ്ട് വീഡിയോയിൽ. എന്നാലിത് ഞാനത് പോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ആ ട്രെയിൻ വന്നു, കയറി. നമ്മളൊരു ബിങ്കോ വാങ്ങിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടെ വെച്ച് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യാനില്ല. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ എടുത്തത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണ വരെ ടാറ്റാ.